ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ നമ്മുടെ ഗൗതം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡ് നോക്കാം. അപ്പോൾ നിധിനെ ഇന്നലെ നിഖിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നിധി വേഗം അവിടുന്ന് ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും നമ്മുടെ നിഖിൽ നോക്കിയിരിക്കുകയായിരുന്നു ഗൗതം എവിടേക്കെങ്കിലും പോകണ്ടോ എന്നുള്ളത്. അപ്പോഴേക്കും നിധി എത്തി. അപ്പോൾ വേഗം ചോദിക്കണ്ടേ എവിടെയാണ് ഗൗതം ചോദിക്കുമ്പോൾ ഇതായിരിക്കണോ എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധിക്ക് സങ്കടം വന്നു. നിധിക്ക് എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. ഓ ഭഗവാനെ, എൻ്റെ കൺമുമ്പിൽ കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ചേച്ചി പ്രശ്നം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്നും പറഞ്ഞിട്ട് നിധി ഓടുന്നുണ്ട്. പിന്നെ അല്ല നിഖിലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമൻ്റെ അടുത്ത് എത്തിയിട്ട് ഗൗതമൻ്റെ അടുത്ത് ഗൗതം വാ പോവാം, നീ എന്ത് പണി കാണിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമൻ്റെ കൈ പിടിക്കുമ്പോൾ ഗൗതം അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. പറയുന്നുണ്ട് വിട്, എൻ്റെ കൈ വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ കൈ വിടുന്നുണ്ടോ ഇല്ലയോ ചോദിക്കണ്ടേ. ഇത് എന്ത് പ്രശ്നമുണ്ടോ, എന്തിനെങ്ങനെ ഒരു തീരുമാനം എടുത്തത്, എന്തിനപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്, വാ നമുക്ക് പോവാൻ വീട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കും ഞാൻ വീട്ടിലേക്ക് വരണം, എനിക്കെന്താ അവിടെ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ പറയണേ ഗൗതം, വാ നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാം. നീയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താ നിനക്കറിയില്ല അല്ലേ എൻ്റെ കാരണം. ശിവാനി സ്വത്ത് മോഹിച്ചിട്ടാണ് ഞാൻ ദത്ത് പുത്രനാന്ന് അറിഞ്ഞിട്ട് അത് പറയാതിരുന്നത്. പാറുവാണെങ്കിൽ സ്വന്തം മോനല്ലാന്ന് അറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചു. ഇനിയിപ്പോൾ മോൻ വിട്ടു പോകരുതെന്ന് വിചാരിച്ചിട്ട്. ഇനി വസുന്ധര ആൻറ്റി എങ്ങനെ ഇരുന്നോട്ടെ, ബിസിനസ്സിനൊരു അവകാശം വേണമെന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞ സത്യം മറച്ചു വെച്ചു. പക്ഷെ നീ എന്തിനിത് മറച്ചു വെച്ചു, നിനക്ക് എന്തായിരുന്നു അതിൻ്റെ ആവശ്യം. അതല്ല ഗൗതം, ഞാൻ പറയേണ്ടതൊന്ന് കേൾക്കുക എന്ന് പറയുന്നുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ നിന്നെ വെറും ഒരു ഭാര്യയായിട്ടല്ല കണ്ടിരുന്നത്, എൻ്റെ ജീവനായിട്ടായിരുന്നു. നിന്നെ കിട്ടിയപ്പോൾ നിന്നെ കിട്ടുന്നവരേക്ക് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ലോകം എന്ന് പറയുന്നത് ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നിന്നെ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താണെന്ന് ഞാൻ ആസ്വദിച്ചു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സങ്കടം പറയുന്നുണ്ട് കേട്ടോ. ഈ ശിവാനി സത്യം പറയണ വരയ്ക്കും ഞാൻ അങ്ങനെ വിചാരിച്ചത്. നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല, ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, അങ്ങനെ കൈ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നീ എന്നെ അവർക്ക് വിട്ടുകൊടുത്തു. എനിക്ക് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഇങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ പറയണത്, നീ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഞാനല്ലേ തിരിച്ചു പറയേണ്ടത്. നിന്നെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സന്തോഷവും സമാധാനവും എല്ലാം അറിഞ്ഞു തുടങ്ങിയത്. അത്രയ്ക്ക് ജീവനാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഗൗതമാണെങ്കിൽ ഒന്നും കേൾക്കണില്ല. ഗൗതം പറയുന്നുണ്ട് ഇനി ഞാൻ വീട്ടിലേക്കില്ല, ദയവ് ഇത് എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പം നിധി ചോദിക്കുന്നുണ്ട് ഇല്ലാതെ എനിക്ക് എന്താണ് ഗൗതം അവിടെ സ്ഥാനം, നീ കെട്ടി താലിയല്ലേ എൻ്റെ കഴുത്തിൽ കിടക്കണത്, ആ ഒരു അധികാരത്തിലല്ല ഞാൻ അവിടെ നിൽക്കണത്, നീ ഇല്ലേ ഞാൻ എങ്ങനെ ജീവിക്കും, നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗൗതം ഒരു പൊടിക്ക് കൂട്ടാക്കുന്നില്ല, ഓട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിഖിലിനൊന്നും മനസ്സിലാവില്ല. നിഖിലാകെ വണ്ടടിച്ചിരിക്കുകയാണ്, ഇപ്പോൾ എന്തായി സംഭവിക്കണേന്ന് മനസ്സിലാവാണ്ട്. എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നിഖിലും ചെന്നിട്ട് ഗൗതമിൻ്റെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. പോരുത്, വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനെ പിടിച്ച് മാറ്റിയിട്ട് വീണ്ടും ഗൗതം നടക്കുകയാണ്. അപ്പോൾ നിധി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ പോയിക്കോ, വീട്ടിൽ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, എനിക്കറിയാം ഗൗതമിനെ തിരിച്ചു കൊണ്ടുവരാൻ, നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നീ പോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിഖിലിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. നിഖിൽ എന്തൊക്കെയോ പ്രവർത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വേഗം ഗൗതമിൻ്റെ പിന്നാലെ വരുന്നുണ്ട് നിധി. ഒരുപാട് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിനെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗൗതം ഒരു പൊടിക്ക് കൂട്ടാക്കണില്ല. എന്നിട്ട് പറയുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി എന്നെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തുനിന്നേ പോവും, ദയവ് ഇതെന്നെ ശല്യം ചെയ്യരുതെന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും വരാം, ഞാനിപ്പോഴും നിൻ്റെ ഭാര്യ തന്നെയല്ലേ, അപ്പോൾ നീ എവിടെയുള്ള വെച്ച് ഞാനും അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, നീ മരിക്കുമ്പോൾ ഞാനും മരിക്കും എന്നും പറഞ്ഞിട്ട് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗൗതം എന്ത് ചെയ്തു, നിധി കാണാതെ ഒരു ബിൽഡിങ്ങിൻ്റെ മറവിൽ ഇങ്ങനെ മറിഞ്ഞ് നിന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവള് കണ്ടു കഴിഞ്ഞ് ഇവള് പിന്നെ ഒന്നും പോയില്ല എന്ന് മനസ്സിലായിട്ട് അപ്പം നിധി കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം അങ്ങനെ വർത്തമാനം പറയും നടക്കും. അങ്ങനെയായിട്ട് പിന്നാലെ ഓടി വരുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് നിന്നപ്പോൾ നിധി കണ്ടില്ല, നിധി വേറെ വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഗൗതം വേഗം അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാലും തിരിച്ചു വരാനുള്ള യാതൊരു ഉദ്ദേശമില്ലാത്ത പോലെയാണ് നമ്മുടെ ഗൗതം നടക്കുന്നത്. അങ്ങനെ ക്ഷീണിച്ചിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അപ്പോൾ നിധി വേറെ വഴിക്ക് പോയിപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ CKC ഏർപ്പാട് ചെയ്ത 2 ഗുണ്ടകൾ അപ്പോൾ ഗൗതം നടന്നു വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരുത്തൻ ചോദിക്കില്ല ഇതല്ലേ ബോസ് പറഞ്ഞ ആൾ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവർ മൊബൈൽ എടുത്തിട്ട് നോക്കുന്നുണ്ട്, ഫോട്ടോ നോക്കുന്നുണ്ട്. ഇതാ തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ തളർന്ന പോലെ ഇങ്ങനെ നടന്നു പോവാണ്. ഇവർ പിന്നാലെ ഒരു കത്തി എടുത്തിട്ടുണ്ട്, കത്തിയുടെ മുകളിൽ എന്തൊക്കെയോ മരുന്ന് എന്തൊക്കെയോ ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് CKCനെ വിളിച്ചിട്ട് പറയണുണ്ട് ആളെ കിട്ടിയെന്ന്. അപ്പോൾ തീർത്തോ, അവനെ അവിടെ ഇട്ട് തീർത്തോ.
വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ അവൻ എവിടെയെങ്കിലും തീർന്നു എന്ന് വിചാരിച്ചോളും. എന്തായാലും തീർത്തോന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ CKC കേട്ടോ. എന്നിട്ട് സന്തോഷത്തിൽ പറയാണ്, ഇനി എനിക്ക് ബിസിനസ്സിൽ എതിരാളി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ CKC. അപ്പോൾ ഇവരിങ്ങനെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഗൗതമാണി തിരിഞ്ഞു നോക്കണില്ലേ, അങ്ങനെ ആകെ കുഴഞ്ഞിട്ടാണല്ലോ, മനസ്സും ശരീരമൊക്കെ തളർന്ന് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ വിളിക്കും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാ ചോദിക്കും. അപ്പോൾ പറയും, നിന്നെ തീർക്കാൻ വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുത്തന്നെ എന്നാലും ഗൗതം അടിച്ച് അങ്ങോട്ട് ഇട്ടു. മറ്റവൻ കുത്താൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ നിധി പുറകിൽ കൂടെ വന്നിട്ട് അയാളുടെ തലക്കടിച്ചു. അങ്ങനെ അടിയും പീടിയൊക്കെ ആയി ഒരുവിധം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോഴും നിധി പറയുന്നു, വാ ഗൗതം നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ, ഇല്ല എൻ്റെ ജീവൻ രക്ഷിച്ചതിനൊക്കെ നന്ദിയുണ്ട്, പക്ഷെ ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും ഗൗതം പിണങ്ങി നടക്കുക തന്നെയാണ് കേട്ടോ. അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ നിർമ്മലാമ്മയും പാറുമൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കും. പാറു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിർമ്മലമ്മ ഇങ്ങനെ ഓരോന്ന് പൊഴി തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൗതമിനെ കുറിച്ചിട്ട്. നിധി കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിവാനി മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് തുള്ളി കളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിർമ്മലാമ്മേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മലാമ്മ വിളിക്കുമ്പോൾ നിർമ്മലാമ്മ ആദ്യം വിളിയേക്കണില്ല. അപ്പോൾ ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നിർമ്മലാമ്മ ഞെട്ടി. അപ്പോൾ പറയുന്നുണ്ട്, എന്താ ഈ ലോകത്തൊന്നും ഇല്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മലാമ്മ പേടിച്ചിട്ട് മെല്ലെ വരുന്നത്, എന്താ എത്ര മെല്ലെ പേടിച്ചു വാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, അതേ എനിക്ക് പോമിഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ, ഈ മാതള നാരങ്ങയില്ലേ, മാതളത്തിൻ്റെ ജ്യൂസ് കൊണ്ടുപോകാന്ന് പറയും. ഇപ്പോൾ ജ്യൂസ് കുടിക്കുക തന്നെ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അതെന്താ അപ്പം അങ്ങനെ? അല്ല, ഗൗതമിനെ കാണാതെയായിട്ട് ഇവിടെ എല്ലാവരും ആകെ വിഷമത്തിലിരിക്കുമ്പോൾ എങ്ങനെയാ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ പാറു കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, അവൻ കാണാതെ എനിക്കെന്താ പോണത്, പോയൊരു പോയി, ഇനി വരാനും പോകണില്ല, മര്യാദയ്ക്ക് ജ്യൂസ് കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി കൂടി വെക്കണം, നടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ശിവാനി. അപ്പോൾ പാറു ഞങ്ങളുടെ അരിശം വന്നു. പാറു അവിടെ നിന്ന് ഓടി വന്നിട്ട് ഒരൊറ്റ പെട കൊടുത്തു ശിവാനിന്. ഒരു പെടയൊന്നുമല്ല, 2-3 പെട കൊടുത്തു കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ അധികം കളിച്ച് കഴിഞ്ഞാണ്ടല്ലോ ആ ജ്യൂസിൽ നിനക്ക് ഞാൻ വിഷമിട്ട് ഞാൻ തന്നെ കലക്കി തരും, നീ എപ്പോൾ സത്യം വിളിച്ച് പറഞ്ഞു, അതോടുകൂടി നിന്നെല്ലാം ഭയം എനിക്ക് മാറി കിട്ടി, മര്യാദയ്ക്ക് എൻ്റെ മോനെങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോറൊക്കെ പ്രാന്തളകിരിക്കട്ടെ. അപ്പോൾ ശിവാനി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്, ഒന്നും ഇടാതെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാറു അടിക്കാൻ അങ്ങനെ പിന്നെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയ വശം പിന്നെ കണ്ടു പാറു ബോധം കേട്ടോ അവിടെ വീണു. അപ്പോൾ ശിവാനി എപ്പോഴും പിടിക്കണില്ല. അപ്പോഴേക്ക് നിർമ്മലാൻ്റെ എല്ലാവരെയും വിളിച്ചു. അപ്പോഴേക്ക് അച്ഛനൊക്കെ ഓടി വന്നു, പാറുവിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടവർ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഗൗതമിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഓരോന്നും പറഞ്ഞിട്ട്. ഗൗതം പറയും, എന്തായാലും ഇനി വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി അവിടെ നിന്നു. പെട്ടെന്ന് നിധിക്ക് ഫോൺ വന്നു. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഫോണിൽ കൂടെ, അയ്യോ എന്ത് പറ്റി അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാറമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നടന്നിരുന്ന ഗൗതം പെട്ടെന്ന് നിന്നു കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എവിടെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഓടി വന്നു, അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നിധിയുടെ അടുത്ത് പറയേണ്ടത് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ട, അമ്മ അറിയില്ല, അമ്മ തല ചുറ്റി വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞു, അമ്മ ശരിക്കും ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, വാ എനിക്ക് അമ്മയെ കാണണം, അമ്മ എവിടെ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതമിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഹോസ്പിറ്റൽ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ വാ എന്നും പറഞ്ഞിട്ട് വേഗം വരുന്നുണ്ട്, നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന് പറയുന്നുണ്ട്. ഞാൻ വന്ന ഓട്ടോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. അങ്ങനെ നിധിയുടെ കൂടെ ചാഴിത്തുള്ളി പോന്നിട്ടുണ്ട് നമ്മുടെ ഗൗതം. അപ്പോൾ പാറുവിനെ നേരെ ഐസിയുവിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നിട്ട് മറ്റേ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ പാറു എന്ന് പറഞ്ഞ പേഷ്യൻ്റെ കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാറു അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ അവരുടെ മുഴുവൻ പേര് പാർവതി എന്നാണെന്ന് പറയുന്നുണ്ട്. ആ പേഷ്യൻ്റ് ഐസിയുവിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ ഐസിയുവിൻ്റെ മുമ്പിൽ അച്ഛനിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ആകെ നോക്കുമ്പോൾ പെട്ടെന്ന് ഗൗതം അച്ഛനാകെ സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നു. അപ്പോൾ ഗൗതമിനെ കുറേ കെട്ടിപ്പിടിച്ച് മുമ്പോഴേക്ക് എന്ത് പറ്റിയുടെ മോനെ, എന്താ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ, നീ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് നീ വിചാരിച്ചാ, നീ അങ്ങനെയാണോ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണേ, നീ അല്ലടാ ഞങ്ങളുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മയ്ക്കലൊക്കെ നടത്തുന്നുണ്ട് അച്ഛൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തേ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഇവനാണ്. ഇവൻ പോയതിന് ശേഷം അവൾ ഒന്നും കഴിച്ചിട്ടുമില്ല, തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, അങ്ങനെ ഇരുന്നിട്ട് ആദ്യം പിടിച്ചിട്ടാണ് അവളിപ്പോൾ ഈ അവസ്ഥയിലെത്തിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതമൊന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തിൻ്റെ പേരിലായാലും നമ്മുടെ ഗൗതം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാറു ഹോസ്പിറ്റലാകുന്ന കാരണം വന്നതാണോ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ ഒന്നും അറിയില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ. ഓക്കേ.